കണ്ണൂർ പാനൂരിനടുത്ത് താറാട് ബോംബ് സ്ഫോടനത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. ലീഗ് NDF പ്രവർത്തകർക്കാണ് പരിക്കേറ്റതെന്നാണ് സൂചന. മുസ്ലിം ലീഗ് ഓഫീസിന് സമീപമാണ് സ്ഫോടനമുണ്ടായത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷിജിത്ത് വായന്നൂർ ചേരുകയാണ്. ഷിജിത്ത്, എന്താണ് സംഭവം? പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെ? രാത്രി 8 മണിയോടുകൂടിയാണ് കണ്ണൂർ പാനൂരിനടുത്ത പാറാട് മുസ്ലിം ലീഗ് ഓഫീസ് കേന്ദ്രത്തിനടുത്ത് ഓഫീസിന്റെ പുറകിൽ വലിയ സ്ഫോടനം ഉണ്ടായത്. ഉഗ്ര സ്ഫോടനമായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. 7 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് സൂചന. അതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമാകുന്നത്. മുഹമ്മദ്, മുനവർ, അഷ്റഫ്, ജാസിം എന്നീ 4 പേർക്കാണ് ഗുരുതരമായ പരിക്കേറ്റുള്ളത്. ഇവരെ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഘർഷം നടക്കുന്ന പാനൂർ പാറാട് പ്രദേശത്താണ്. ഇവിടെ പോലീസിന്റെ വലിയൊരു സന്നാഹമുണ്ട്. എന്നാൽ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്, കല്ലേറ് നടക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ലഭിക്കുന്ന ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ സ്ഫോടനമാണ് നടന്നത്. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് 10 സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തു എന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് SP രാഹുൽ ആർ നായർ സ്ഥിരീകരിക്കുന്നു. ഈ 10 സ്റ്റീൽ ബോംബുകളും പൊട്ടാതെ കിടക്കുന്നു. ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് രക്തം ചിതറിയ പാടുകളുണ്ട്. അതോടൊപ്പം തന്നെ വലിയ നിലയിലുള്ള ഗുരുതരമായ പരിക്കുകളാണ് ഈ സ്ഫോടനത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആളുകൾക്ക് കൈകാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അതുകൊണ്ടാണ് അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. മുസ്ലിം ലീഗ് NDF കേന്ദ്രത്തിന്റെ ഓഫീസിന് പുറകിലാണ്, ആളൊഴിഞ്ഞ പറമ്പിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ CPIM-ന്റെ പ്രസ്താവന ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നു. മുസ്ലിം ലീഗ് ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കേന്ദ്രങ്ങളിൽ സ്ഫോടനം നടത്തുകയും അല്ലെങ്കിൽ അക്രമം നടത്തുകയും അവരുടെ ഭരണത്തിന്റെ തണലിൽ എല്ലാവിധ അസാൻമാർഗിക അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായിട്ട് പാനൂർ പാറാട്ട് ഈ സ്ഫോടനത്തെ കാണാമെന്ന് വിലയിരുത്തുന്നു CPIM. എന്തായാലും പാനൂരിനടുത്ത് പാറാട് ലീഗിന്റെയും NDF-ന്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ ലീഗ് ഓഫീസിന്റെ തൊട്ടുപുറകിലായിട്ടുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് ഇപ്പോൾ സ്ഫോടനം നടന്നിരിക്കുന്നത്. 7 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇതിൽ 4 പേരുടെ നില ഗുരുതരമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഘർഷാവസ്ഥ നടക്കുന്ന പാറാട് ടൗണിലാണ്. പാറാട് ടൗണിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് രാഹുൽ നായരുടെ നേതൃത്വത്തിൽ വലിയ സന്നാഹം, പോലീസ് സേനയുടെ വലിയൊരു സന്നാഹം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പോലീസിനെതിരെ നിരന്തരമായ കല്ലേറുണ്ടാകുന്നു. എന്തായാലും 10 സ്റ്റീൽ ബോംബുകൾ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് പിടികൂടിയിരിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു. ഇതിനകത്ത് ഇവിടെ ഈ ഒരു ചോദ്യം ഷിജിത്, 10ഓളം ബോംബുകൾ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇത് ആയുധ നിർമ്മാണ കേന്ദ്രമാണോ, ബോംബ് നിർമ്മാണ സ്ഥലത്താണോ സ്ഫോടനം ഉണ്ടായത്? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാണോ? തീർച്ചയായും അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ സൂചനകൾ ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഇത്തരമൊരു വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നാടിനെ ഞെട്ടിച്ച സ്ഫോടനം എന്നാണ് ദൃക്സാക്ഷികൾ നമ്മളോട് പറഞ്ഞത്. ഞങ്ങൾ ഇവിടെയുള്ള ദൃക്സാക്ഷികളെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. വലിയ നടുക്കത്തോടു കൂടിയുള്ള വലിയ ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ്, അല്ലെങ്കിൽ ദൃക്സാക്ഷികൾ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ നൽകുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. ആയുധ നിർമ്മാണത്തിനിടെ, അതായത് ബോംബ് നിർമ്മാണത്തിനിടെയാണ് വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം മുസ്ലിം ലീഗിന്റെയും അതോടൊപ്പം തന്നെ NDF-ന്റെയും പ്രവർത്തകർ ഇത്രയേറെ പ്രകോപിതരാകുന്നത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനം നടക്കുന്നത് ഈ ബോംബ് നിർമ്മാണത്തിനിടെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ഈ സംഭവ സ്ഥലത്ത് നിന്നുകൊണ്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. 7 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ്, മുനവർ, അതോടൊപ്പം തന്നെ അഷ്റഫ്, ജാസിം തുടങ്ങിയ 4 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് പോലീസും ആശുപത്രി അധികൃതരും നമുക്ക് നൽകുന്ന സൂചന. അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി എന്നും അറിയുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഒന്നും സ്ഥിരീകരണമായിട്ടില്ല. നേരത്തെ പ്രചരിച്ച ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു. സ്ഫോടനത്തിൽ പരിക്കേറ്റ 1-2 പേർ ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാകാം എന്നുള്ള അഭ്യൂഹങ്ങളും നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനകത്ത് ഒരു സ്ഥിരീകരണം നൽകാൻ നമുക്ക് സാധ്യമാകുന്നില്ല. പോലീസും അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ലഭ്യമാകുന്നില്ല. ഏതായാലും SP രാഹുൽ ആർ നായരുടെ നേതൃത്വത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ലഭ്യമാണോ? ഷിജിത്, പോലീസിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം ലഭ്യമാണോ? അപകടത്തിന് കാരണക്കാരായവരെ പറ്റി എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. പോലീസ് കൃത്യമായ ഒരു സ്ഥിരീകരണത്തിന് മുതിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്തായാലും പോലീസിന്റെ വലിയൊരു സന്നാഹം ഈ പാറാട് പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്.
ഈ പോലീസിനെതിരെയും കല്ലേറ് ഉൾപ്പെടെ നടത്തുന്നതിനാണ് ലീഗ് പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിനും ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. സ്ഫോടനം നടന്ന സ്ഥലത്ത് പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു. അവിടെയാണ് 10 സ്റ്റീൽ ബോംബുകൾ പൊട്ടാതെ 10 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ തുടർ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തമാണ് ഷിജിത്ത്, കണ്ണൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 7 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. 4 പേരുടെ നില ഗുരുതരമാണെന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ ഷിജിത്ത് വായന്നൂർ റിപ്പോർട്ട് ചെയ്യുന്നു.